സംസ്ഥാന സമ്മേളനത്തിന് എത്തിയ മന്ത്രിമാരുടെ നേതാക്കളെ ഒക്കെ കൊണ്ട് കൊല്ലം ബീച്ച് നിറഞ്ഞല്ലേ? സ്ഥിരമായി നടപ്പുണ്ട്. അല്ല, ഇടയ്ക്ക് ആ നമ്മുടെ ഗവർണറുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ അതിരാവിലെ കാണാറുണ്ട്. രാവിലെ കുറച്ച് അവിടെ ഉള്ളപ്പോൾ നടക്കും. അധിക സമയം ഇല്ലല്ലോ, ഉള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് നടക്കും. വലിയൊരു നയമാറ്റത്തിലേക്ക് പോകുന്ന ഒരു രേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിക്കാതിരിക്കുന്നത്. സംസ്ഥാനത്തിന് ഭയങ്കരമായി ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ഭാവി കേരളത്തെ പറ്റി രൂപപ്പെടുത്തിയൊരു പ്രവർത്തന രീതിയാണ്. ആ പ്രവർത്തന രീതി കഴിഞ്ഞ കോൺഫറൻസ് സെഷൻ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയി. നവകേരള സൃഷ്ടി എന്ന ഒരു പ്രവർത്തന പരിപാടി ഇട്ടപ്പോൾ പ്രതീക്ഷയിലപ്പുറത്തേക്ക് നവകേരള സൃഷ്ടിയുടെ ഒരു ഫോർമുലേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തൽ ചർച്ചയിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം അത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു നടത്തിപ്പ് രീതി പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. CPM സമ്മേളനത്തിലെല്ലാം തുറന്നു പറയും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പക്ഷേ ഏത് കാര്യം ചർച്ച ചെയ്യുന്നതിൻ്റെ മെറിറ്റിന്മേലാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ചിന്ത വെച്ചുകൊണ്ടല്ല. ഇപ്പോൾ ഗവൺമെൻറ് നന്നാകണം, അതിന് കുറവുകളില്ലേ, കുറവുണ്ടാകാം, അതിനൊരുപാട് നേട്ടങ്ങളില്ലേ, അപ്പോൾ അത് പറയും. അപ്പോൾ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നേട്ടങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഭാവി കേരളം പടുത്തുയർത്താൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ചിന്തകളിലേക്കാണ് പോകുന്നത്. ആ നിലയിലുള്ള ചർച്ചകൾ നടക്കത്തുള്ളൂ. സാധാരണ സംസ്ഥാന സമ്മേളനം നടക്കുമ്പം ഞങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ പാർട്ടി ഗ്രൂപ്പ് വിഭാഗീയതയൊക്കെയാണ്. ഇത്തവണ കനലൊരു തരി പോലും വിഭാഗീയത ഇല്ലാത്ത, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സമ്മേളനം എന്ന് പറയാമെന്ന് തോന്നുന്നു. അതൊരു പ്രത്യേക ഘട്ടത്തിൽ കേരളത്തിലെ പാർട്ടിയെ ഗ്രസിച്ച ഒരു രോഗമായിരുന്നത്. അത് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്നൊരു സംഭവം. അത് മാറി, അതൊക്കെ അവസാനിച്ച് എത്രയോ കാലമായി. പാർട്ടി ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടല്ലേ പോകുന്നത്. പാർട്ടി അതിൻ്റെ സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ ഞങ്ങൾ വളരാനുള്ള ശ്രമം നടത്തുകയല്ലേ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേറൊരു പാർട്ടിയില്ല. അങ്ങനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളർന്നു പോകുമ്പോൾ ഒരു നേതൃത്വ പ്രതിസന്ധി രണ്ടിടത്തും പാർട്ടി നേരിടുന്നു എന്നത് ശരിയല്ലേ? ഒരിക്കലുമല്ല. കാരണം നേതൃത്വം പാർട്ടിക്ക് ഇപ്പോഴും എന്നും ഉണ്ടല്ലോ. ഞങ്ങളുടെ നേതൃത്വം ഒരു വ്യക്തിയധിഷ്ഠിതമല്ലല്ലോ, കൂട്ടായ നേതൃത്വമല്ലേ. കൂട്ടായ നേതൃത്വം ചർച്ച ചെയ്തിട്ട് എല്ലാ തീരുമാനവും എടുക്കും. അതിൽ ഒരു അസ്വാഭാവികതയില്ല. അത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നേതൃത്വമല്ല പ്രശ്നം. ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു വിഷയത്തിൽ ജനങ്ങളെ അണിനിർത്താൻ കഴിയുന്ന തീരുമാനങ്ങൾ. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ പിണറായി എന്ന ഒറ്റപ്പേരാണ് പറയുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഞങ്ങളും പറയുന്നത് തന്നെയല്ലേ. പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും സമന്വയ നേതാവാണ്. പിണറായി വിജയനല്ലേ ഇത് കേരളത്തിലെ ഗവൺമെൻറ് നയിക്കുന്നത്. അടുത്ത 15 മാസം കൂടി അദ്ദേഹം നയിക്കുകയല്ലേ. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് പാർട്ടി തീരുമാനിക്കുകയാണ്, അദ്ദേഹം വീണ്ടും നയിക്കുക. എന്താ കുഴപ്പം? നിങ്ങൾ ഈ കാണുന്നത് പോലെ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഏതാണ്ടൊരു വലിയ ഭീകരമായ ഒരു വസ്തുവാണെന്ന് ധരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സമന്വയ നേതാവും ശക്തനായ നേതാവുമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും കരുത്തല്ലേ അദ്ദേഹം. അങ്ങനെ ഒരാൾ അത് നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തല്ലോ. ആ ഇളവ് ഇപ്പോഴും തുടരുകയല്ലേ. പിന്നെ എന്തിനാ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം? പാർട്ടിയുടെ ഭാഗ്യമാണ്. സംശയം എന്താണ്? അല്ലെ പിന്നെ ദുർബന്ധം കിട്ടുമോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ പറയുമ്പം തുടർഭരണം എന്ന് പറയുന്നത് പിണറായിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം അല്ല. ഞാൻ പറഞ്ഞു ടീം വർക്കാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏതിനും ഒരു നേതൃത്വമുണ്ട്. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നേതൃത്വം 2016 മുതൽ പിണറായി വിജയൻ്റെ കൈകളിൽ വന്നതിന് ശേഷം താഴോട്ടല്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോയത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലിൽ 1ാം സ്ഥാനത്തേക്കല്ലേ വന്നത്. 100 സീറ്റ് നേടി അധികാരത്തിലേക്ക് വന്നില്ലേ. 3ാം ഭരണവും വരുമ്പോഴാണ് ആലോചിക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. അതൊക്കെ അന്നേരം ആലോചിക്കും. പിന്നെ പിണറായി വിജയൻ ഇപ്പം നിലവിൽ പാർട്ടി പറ്റി ഇളവ് കൊടുത്ത് പ്രവർത്തിക്കുകയല്ലേ. അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ അല്ല. കാരണം ഈ സമ്മേളനത്തിൽ അതൊന്നും അല്ല ചർച്ച. അദ്ദേഹം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ഭരിക്കും, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. നവകേരള സൃഷ്ടിക്ക് വേണ്ടി കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളും ചെയ്യണം, അത് ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തുക എന്ന ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ വ്യക്തമായി തീരുമാനിച്ച് ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തും. അതനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ടീമായി പ്രവർത്തിക്കും. അതിൻ്റെ സപ്പോർട്ടീവായിട്ട് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ പ്രവർത്തിക്കും.
ഓക്കെ, മന്ത്രി സ്ഥിരം നടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ ഈ വല്ലപ്പോഴും ആയതുകൊണ്ട് കുറച്ച് പാടുണ്ട്. ഓക്കെ ഓക്കെ. സജി ചെറിയാൻ നിലപാടുകൾ വ്യക്തമാക്കി, രാഷ്ട്രീയം പറഞ്ഞു, അതല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിണറായി വിജയനാണ് ഐക്കൺ, അതിലെന്താണ് തെറ്റ്? പ്രതിപക്ഷം മാത്രമല്ല ഞങ്ങളും പറയുന്നു പിണറായി 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 എന്ന് തന്നെയാണ് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്.